തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വയോജന സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. ആസ്വദിക്കാം വാർദ്ധക്യം എന്ന സന്ദേശവുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ സ്വാഗതം പറഞ്ഞു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത PK വിശിഷ്ടാതിഥിയായി. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി പകൽ വീട് പണിയുന്നതിന് 5 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി അനുവദിച്ച ബാലൻ ഇത്തിക്കാട്ടിനെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദിനെയും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരിലെ ഏറ്റവും പ്രായമുള്ള നളിനി കൊല്ലശ്ശേരി, ഗംഗാധരൻ വെങ്ങാലി എന്നിവരെയും ആദരിച്ചു. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി ഗ്രൂപ്പ് കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ ബിനു കാളിയാടൻ ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ, ബഗീഷ് പൂരാടൻ, വാർഡ് മെമ്പർ അനിൽകുമാർ, സിംഗുവാലത്ത്, വിനയപ്രസാദ്, സന്ധ്യ മനോഹരൻ, ജീജ രാധാകൃഷ്ണൻ, സുമന ജോഷി, ഷൈജ കിഷോർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷോട്ട്പുട്ട് മത്സരത്തോടുകൂടി കായിക പരിപാടികൾ ആരംഭിച്ചു. ചെസ്, ക്യാരംസ്, ഡോൾ പാസിംഗ് നടത്തം, കസേരകളി, സ്പൂൺ റൈസ്, റിംഗ് എറിയൽ തുടങ്ങി കായിക മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി അധ്യാപകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ സിനി KS ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഇന്ത്യക്കാരൻ്റെ ശരാശരി പ്രായം, ജീവിത ദൈർഘ്യം അന്ന് പഠിച്ചിട്ടുള്ളത് 46 വയസ്സാണ്. ശരാശരി 46 വയസ്സാകുമ്പോൾ അമ്മ മരിക്കും. അതായിരുന്നു അന്നത്തെ സ്കൂളിൽ ഞാൻ പഠിച്ചതാ. ഇപ്പോഴോ അതിൻ്റെ ഇരട്ടി 80 ആയി. അപ്പോ നിങ്ങളുടെ കണക്കുകൊണ്ടാണ് നിങ്ങൾ ഈ പഴയ കണക്കെടുത്ത് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയത് ഇത്രയൊന്നും പോരാ. ഞങ്ങൾ കൂടുതല ജനാധിപത്യമൊന്നും ഓർക്കണം കേട്ടോ. അപ്പൊ ഏതായാലും ഇന്നത്തെ ദിവസം ഒരു ഫുൾ ഡേ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ച പഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ ഭരണസമിതി അംഗങ്ങളെയും അഭിനന്ദിക്കാനാണ് ഞാൻ ഈ അവസരപ്പിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ ഉപയോഗിക്കുക. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉള്ളതിനേക്കാളേറെ ഞങ്ങളുടെ ദുശാഠ്യം കൊണ്ട് പലതും അങ്ങനെയുണ്ട്. ഞങ്ങൾ ഇത്തിരി ശാഠ്യം കൂടും. അതായത് ജീവിച്ചു പോകുന്നതിൻ്റെ സാഹചര്യത്തിൻ്റെ ഒക്കെ അതാണ്. കുറച്ച് ശാഠ്യം ചെറുപ്പക്കാർക്ക് അപ്പൊ വലിയ ശല്യം എന്ന് പറയും. അങ്ങനെ പറയണ ആളുകൾ അല്ലെങ്കിൽ പറയിപ്പിക്കുന്ന ആളുകൾ എന്നോട് ചോദിച്ചെന്നില്ല. ഞാൻ ഈ എല്ലാവരും ആരവരെ മരിച്ചു വയോജന. അപ്പൊ ഏതായാലും ഇന്ന് ഞാൻ ഏതായാലും ഉച്ചയിലൂടെയുണ്ടാവും. ഉച്ച എൻ്റെ ഫോണുള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു. പ്രായമായവരെ ആ ഒരു രീതിയിൽ അറിയപ്പെടുന്നു. പക്ഷെ ഈ വയോജനം എന്ന് പേര് പോലും ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ വയോജനം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ പെടുന്നുണ്ടോ?
ഒരു ടെൻഷനാണ് വയോജനം അല്ലെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ആ വാക്ക് മാറ്റി നിർത്തി മുതിർന്ന പൗരന്മാരെന്നാണ് വിശേഷിപ്പിക്കാനായിട്ട് പോകുന്നത് അല്ലെ. ഭാവിയിൽ നിങ്ങളെ ആ രീതിയിൽ ഗവൺമെന്റ് മാറ്റി പറയും എന്നുള്ളതാണ് നമ്മൾക്കറിയാം. എല്ലാവരും മുതിർന്ന പൗരന്മാരാണ്. യുവാക്കളുണ്ട്, യുവതികളുണ്ട്, കൗമാരക്കാരുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മധ്യവയസ്കരായിട്ടുള്ള അങ്ങനെയുണ്ട്. ഇതിപ്പോ മുതിർന്ന പൗരന്മാരാണ് നിങ്ങളെല്ലാവരും. मेरा महबूब आया है, मेरा महबूब आया. ഇന്നലെ മൂന്നാമത്തെ അറ്റംപ്റ്റ് മണി ദയാലിനി ഉണ്ണികൃഷ്ണൻ കൈമാറ്റേ സരസ്വതി ഇല്ല, സരസ്വതി ചേട്ടാ ഒരു മിനിറ്റ് ഓക്കെ. അംബിക കൊടുക്കൂ. ഓക്കെ ആ ഒന്നാമത്തേത് ഫസ്റ്റ് പ്രൈസ് മദനൻ. രണ്ടെണ്ണം മേടിക്കും. ഇവിടെ നോക്കൂ. ഓക്കെ. സെക്കൻഡ് പ്രൈസ് സാവിത്രി 15. സർവ 12ാം വാർഡ്. ഓക്കെ. വീണ്ടും ആ ട്രോഫി ആരെങ്കിലും കൊടുക്കും, എന്നിട്ട് മേടിക്കും. മദനൻ. ആ ഷോർട്ട് പുട്ട് 7ാം വാർഡ്. ഇവിടെ 3ാം വാർഡ്. ഓക്കെ. 12ാം വാർഡ്. മത്സരം. ഓക്കെ സെക്കൻഡ് അർജുനൻ. ഓക്കെ.